ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരുടെയും നെഞ്ച് പടപടാന്നിടിക്കുന്നുണ്ടായിരിക്കും. ഒരു കാരണവുമില്ലാതെ ഒരു വയറിനൊരാളൽ, തലക്കൊരു കനം, അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു പേടി, എന്തോ ഒരു ഡേഞ്ചറസ് അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ. പക്ഷേ അത്ര എമർജൻസി ആയ ഒരു കണ്ടീഷൻ അല്ല, പക്ഷെ നിങ്ങൾ ഭയങ്കര ഒരു എമർജൻസിയിലുള്ള ഒരു ഫീലിംഗ് ആണ്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും, സിമ്പിളായിട്ട് ഒരു പുറത്തിറങ്ങാൻ പോകുമ്പോഴേയും, അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ എന്താണ്, ഹൃദയം പടപടാന്നിടിക്കുന്നു, നെഞ്ചത്ത് കനം, ഭയങ്കര നെഞ്ചുവേദന, ശരീരവേദന, കൈകാല് വിറക്കുന്നു, തല കറക്കം, അമിതമായിട്ട് വിയർക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ പാനിക് അറ്റാക്ക് ഉള്ള ഒരു പേഷ്യന്റിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഒരു പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് അധിക പേഷ്യൻസിനും പേടിയായിരിക്കും. പിന്നെ എന്ത് ചെയ്യാനും പേടിയായിരിക്കും. അതായത് ഒരു ഡ്രൈവ് ചെയ്യാൻ പേടിയായിരിക്കും, അപ്പുറത്തൊരു ടൗണിൽ പോകാൻ പേടിയായിരിക്കും, ഒരു കല്യാണത്തിന് പോകാൻ പേടിയായിരിക്കും, ഒരു ഫംഗ്ഷന്, എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി നോർമലി ഒന്നുമില്ല. ഇപ്പം എന്നെ ഇവിടെ പല പേഷ്യൻസും ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ട് എന്നോട് പറയും, ഡോക്ടറെ ഈ ഇതിൽ കയറുന്ന വരെ ഞാൻ ഇരുന്നൊരിരുത്തം, പുറത്തിരുന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്നിടിക്കുകയായിരുന്നു, എനിക്ക് എന്തോ സംഭവിക്കുന്ന പോലെ ആയിരിക്കും. ചില പേഷ്യൻസ് തല കറങ്ങി വരെ വീഴും, പലതവണ തല കറങ്ങി വീഴും. അപ്പോൾ ഇത് ഇവർക്കുള്ള മെയിൻ കൺസേൺ വെച്ചാൽ കൂടെയുള്ളവർ മനസ്സിലാവണില്ല എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് ഈ ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഭർത്താവ് പറയും അവള് വെറുതെ പറയണം, ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ വെറുതെ പറയാണ്, ജോലിക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നിങ്ങളൊരു പാർട്ട്ണർക്കാണ് ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരാൾക്കാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അമ്മയ്ക്കാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട്, ഇവർ ഈ പറയുന്നതൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്ക്. അതായത് അവർക്ക് ശരിക്കും എമർജൻസി ആയിട്ടാണ് തോന്നുക, ഭയങ്കര എമർജൻസി ആയിട്ടാണ് തോന്നുക അവരുടെ സിറ്റുവേഷൻസ്. പക്ഷെ ആക്ച്വലി അതൊരു എമർജൻസി സിറ്റുവേഷൻ ആവില്ല. പല പേഷ്യൻസും പല തവണ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പല കാഷ്വാലിറ്റിയിലും കയറി ഇറങ്ങിയവരായിരിക്കും. എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് 2 വർഷത്തിൻ്റെ ഉള്ളിൽ 30+ ECG എടുത്തിട്ട് ഉണ്ടെന്നാ പറഞ്ഞത്. കാരണം ഹൃദയം പടപടാന്നിടിക്കുന്നുണ്ട്, ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, ഞാൻ ഇപ്പം മരിക്കുന്നവരെ തോന്നുന്നുണ്ട്. പല പേഷ്യൻസും ആയിരിക്കും ഞാൻ ചോദിക്കും, ഈ റിപ്പോർട്ട് നോർമൽ അല്ല എന്ന് കേൾക്കുന്നതല്ലേ സന്തോഷം? ആണ്, കാരണം ഇവരുടെ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പല പേഷ്യൻസിലും വൈറ്റമിൻ ഡി കുറവായിരിക്കും. വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് മാത്രമല്ല, പക്ഷെ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് അങ്ങ് കത്തിച്ച് നിങ്ങളെ ഒന്നും കൂടി അങ്ങ് പേടിപ്പിക്കും. എന്ത്, ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ, വൈറ്റമിൻ B12 കുറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, ഈ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ കൂടും. അപ്പോൾ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, പെട്ടെന്ന് നിങ്ങൾ ഒരു വണ്ടി കൊടുത്താൽ വന്നു, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും? ഞാൻ പറയാം, എനിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഞാനാകെ തണുത്ത ഐസായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ ഹൃദയം നന്നായിട്ട് അടിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്ത് ചെയ്യും, ചില സമയത്താണെങ്കിൽ ബ്ലാങ്ക് ഔട്ട് ആയിട്ടുണ്ടാവും. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ? അപ്പോൾ ഇത് അറിയാത്ത, അല്ലെങ്കിൽ ഇത് വരാത്ത ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ലേ, അവരോടും കൂടിയാണ് പറയുന്നത് അവർക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇതാണ്. പക്ഷേ ഇത് ആക്ച്വലി എന്താണ്, നമ്മളെ ബോഡിയിൽ ഒരു ഫൈറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മെക്കാനിസം എന്നൊക്കെ നമ്മൾ പണ്ട് ബയോളജിയിൽ പഠിച്ച ഒരു സാധനമുണ്ട്. അതായത് നമ്മളെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി കുറച്ച് കെമിക്കൽസ്, ചില ഹോർമോൺസ് ഇതൊക്കെ റിലീസ് ചെയ്യും. അതിനനുസരിച്ച് കുറച്ച് ഫിസിയോളജിക്കൽ ആക്ഷൻസ് ഉണ്ടാവും. ഇത് ആ ഒരു എമർജൻസി സിറ്റുവേഷൻസ്, കുറച്ച് സെക്കൻഡ്സിനുള്ള എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണത്. അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പോകും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുമ്പോഴും നിങ്ങൾക്ക് അറിയാം ഇത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പിന്നെ അത് വന്നല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിപ്പോൾ എന്തേ വന്നെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടാവും എന്നല്ലാണ്ട് ആ സംഭവം കുറച്ച് നേരത്തിനല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും, അല്ലെങ്കിൽ പോകും വരും, അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അപ്പോൾ ഓണാവുന്ന നിങ്ങളെ എമർജൻസി മെക്കാനിസം തന്നെ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ കുട്ടികളുടെ ടോയ്സിലൊക്കെ എന്തുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഒരു സ്വിച്ച് കേട് വന്നാൽ
വല്ല പാട്ടിൻ്റെ സ്വിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് കേടന്നാൽ പ്രസ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബെല്ല് കേടന്നാൽ അതിൽ എന്ത് ചെയ്യും, അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ലേ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ എമർജൻസി സിസ്റ്റത്തിൻ്റെ സ്വിച്ച് ഡാമേജ് ആണ്. അത് ആരെങ്കിലും ബെല്ലടിക്കുന്നതിന് മുമ്പ്, സ്വിച്ച് നെങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു കാര്യമില്ലാത്ത എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, എക്സാം ഓക്കെ നമ്മൾ ടെൻഷൻ അടിക്കും. നാളെ ഒരു കല്യാണത്തിന് പോകണം, അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നൊന്ന് ടൗണിൽ പോയിട്ട് സാധനം മേടിക്കണം, അല്ല അമ്മ ഒരു പാക്കറ്റ് പാല് മേടിക്കാൻ പറഞ്ഞു, അല്ല വൈഫിന് നാളെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ കൂടെ പോകണം. അത് ആലോചിച്ചിട്ട് അത് എങ്ങനെ മുടക്കാം, അതായിരിക്കും പല പേഷ്യൻസും ആലോചിക്കുന്നത്. എങ്ങനെ നാളെ ജോലിക്ക് പോവാതിരിക്കാൻ എന്ത് കാരണം കണ്ടെത്താം. കാരണം അവർക്ക് ജോലിക്ക് പോവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ജോലിക്ക് പോകാമെന്ന്, നമ്മൾ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോവോ? ആ മരിക്കുന്നതിൻ്റെ സിമിലർ എഫക്റ്റാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പക്ഷെ അത് മരിക്കില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കാരണം നിങ്ങൾക്ക് ഡേഞ്ചർ ആണ് എന്നുള്ളൊരു ഇത് മാത്രമേ വരുള്ളൂ. ഇത് ആക്ച്വലി ഡേഞ്ചർ അല്ല. അത് നിങ്ങളെ മനസ്സിനെ അല്ലെങ്കിൽ തലച്ചോറിനെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാനിക് അറ്റാക്ക്, അതുമൂലമുള്ള ഫിയർ, അതുമൂലമുള്ള മടിയല്ല, ആ സംഭവത്തെ ഫേസ് ചെയ്യാണ്ടിരിക്കാൻ ഒന്നെങ്കിൽ ഉറങ്ങിങ്ങാണ്ട് ഉണരാണ്ടിരിക്കുക, മാക്സിമം ഉറങ്ങി തീർക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ചില പേഷ്യൻസിന് ഉറക്കം ഉണ്ടാവില്ല, പണിക്ക് പോവാണ്ടിരിക്കുക. എനിക്ക് പല പേഷ്യൻസും ഉണ്ട്, പണിക്ക് പോവാണ്ടിരിക്കുക, ജോലിക്ക് പോവാണ്ടിരിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് ജോലിക്ക് പോവാണ്ടിരിക്കുക. അത് കാരണം എന്തുണ്ടാവും, കയ്യിൽ ക്യാഷ് ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിലും നിങ്ങളുടെ കയ്യിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ആർക്കും വില ഉണ്ടാവില്ല. ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. മറ്റുള്ളവർ പുറത്തുനിന്ന് നിങ്ങളെ നോക്കുമ്പോൾ എന്താ, നല്ല തടി തൊണ്ടും ഒക്കെ ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നമല്ല, എന്ത് ടെസ്റ്റ് ചെയ്താലും നോർമലാണ്, വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും വില ഉണ്ടാവോ? ഇല്ല. പലർക്കും അങ്ങനെ നാണം കെട്ടിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരവസ്ഥയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോർമൽ ലൈഫിലോട്ട് നടക്കാൻ പറ്റും. അത് ഞാനെന്നല്ല, ഏത് ഡോക്ടറുടെ കയ്യിലല്ല അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ പകുതി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്നത്, നിങ്ങളുടെ മൈൻഡിലാണ് ഇതെല്ലാം നടക്കുന്നത്. നിങ്ങളുടെ മൈൻഡിൽ ഈ ചിന്ത പെട്ടെന്ന് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ എമർജൻസി കാര്യങ്ങൾ ഓൺ ആവുന്നത്, നിങ്ങളുടെ കോർട്ടിസോൾ റേസ് ആവുന്നത്, നിങ്ങളുടെ അമിഗ്ഡാല, അതായത് നമുക്ക് ടെൻഷൻ വരുമ്പോൾ അമിഗ്ഡാലയിൽ സിഗ്നൽ വരുന്നു, നിങ്ങൾക്ക് അഡ്രിനാലിൻ കയറുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പടപട ഇടിക്കുന്നു, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മൂല കാരണം എന്താണ്? നിങ്ങൾക്ക് വരുന്ന ചിന്ത. ആ ചിന്ത വരും, അതായത് അത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷെ ആ ചിന്ത അത്രയേ ഉള്ളൂ. ഈ ചിന്തയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല, അതായത് ഈ ചിന്തയെ ഞാൻ കൺട്രോൾ ചെയ്യാം എന്ന് നിങ്ങൾ പലതവണ ശ്രമിച്ചാൽ നടക്കും. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുള്ളൂ, ഞാൻ പല കാര്യങ്ങളും അവരോട് ചെയ്യാൻ പറയും. നിങ്ങൾ ഒരു തവണ ചെയ്യും, അപ്പം ചെയ്യുമ്പോൾ മൈൻഡ് എന്ത് ചെയ്യും, ബുദ്ധിമുട്ട് കൂടിയതായിട്ടേ തോന്നുള്ളൂ. കാരണം ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, അപ്പം എന്നെ ആരെങ്കിലും ഇത് പറഞ്ഞ പറയും, അല്ല ഞാനത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാന്ന് പറയില്ലേ. എല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ ന്യായീകരിക്കാൻ തോന്നും. അത് തന്നെയാണ് നിങ്ങളെ ബ്രെയിനും ചെയ്യുന്നത്. നിങ്ങൾ ഇതല്ല, ഇത് പ്രശ്നമല്ല, അതെൻ്റെ തോന്നലുകളാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ബ്രെയിൻ പറയും, അതല്ല, ഇത് ശരിക്കും പ്രശ്നമുണ്ട്. എന്ത് ചെയ്യും, നിങ്ങളെ ഹൃദയം ഒന്നും കൂടി കൂട്ടുന്നത് പോലെ, ഹൃദയമിടിപ്പ് ഒന്നും കൂടി കൂടുന്നത് പോലെ, നിങ്ങൾക്ക് ശ്വാസം കിട്ടാത്തത് പോലെ, നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾ തല കറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൈകാല് വേദനിക്കുന്നു, അല്ലെങ്കിൽ കൈകാല് തരിക്കുന്നു എന്നൊക്കെ എന്ത് തോന്നും, നിങ്ങൾക്ക് തോന്നും. അത് ബ്രെയിൻ, അതാ നമ്മളും അങ്ങനെ തന്നെയാണ്, നമ്മളെ ബ്രെയിനും എന്താണ് അതുപോലെ തന്നെയാണ്. ബ്രെയിൻ എന്ത് ചെയ്യും, ബ്രെയിൻ വിചാരിച്ചതാണ് ശരിയെന്ന് വാദിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മളതിന് വിട്ടുകൊടുക്കരുത്. അടുത്ത തവണ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട്, അതല്ല ഇപ്പം എനിക്ക് ടൗണിൽ പോകാൻ പേടിയാണ്, ഞാൻ ടൗണിൽ പോവുകയാണ്, കുറച്ച് നേരം ചിലപ്പോൾ എൻ്റെ ഹൃദയമൊക്കെ അടിച്ചു വരും, ഞാൻ അവിടെ പോയി സാധനം മേടിച്ചു വന്നാലും എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല, ഞാൻ മരിക്കാൻ പോകുന്നില്ല, എനിക്ക് അറ്റാക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി നോക്കും. അതായത് നിങ്ങൾ ഇന്ന് തന്നെ പോകണമെന്നല്ല, വീടിനടുത്തുള്ള കടയിൽ പോകാൻ ആദ്യം ശ്രമിക്കാം, പിന്നെ കുറച്ച് അപ്പുറത്തുള്ള കടയിൽ, പിന്നെ അങ്ങനെ എന്ത് ചെയ്യാം, മെല്ലെ അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഓക്കെ, ഇങ്ങനെ ചെയ്താലും എനിക്കൊന്നും സംഭവിക്കണില്ല, ബ്രെയിൻ അവസാനം നിങ്ങളോട് തോറ്റു തരും. പിന്നെ നിങ്ങളൊരു 5ാമത്തെ 6ാമത്തെ തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഹൃദയമിടിപ്പും സാധനമൊക്കെ എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. ഇതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയണ്ടാവും ഏകദേശം. അല്ലാതെ നമ്മൾ ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എല്ലാവർക്കും നടക്കാനറിയാം. പക്ഷേ നിങ്ങളോട് 10 ദിവസം നിങ്ങൾ ഒരു റോട്ടിലൂടെ നിങ്ങൾ നടന്നു പോകാം, അവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവൻ്റെ നടത്തത്തിൽ എന്താ പ്രശ്നമുണ്ട്, നിങ്ങളത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കുറയില്ലേ, അതായത്
നടക്കുന്നത് എങ്ങനെയെന്ന് പോലും എനിക്കും അറിയില്ല. ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എനിക്കറിയോ ഇല്ല. പക്ഷെ ഒരാൾ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ അറിയേണ്ടല്ല. അപ്പൊ നമ്മളെ ബ്രെയിന് പറയും ഓക്കെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നമ്മളെ ബ്രെയിനോട് നെഗറ്റീവായിട്ട് ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാലും ഇതേപോലെ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ അത് ഓവർകം ചെയ്യാൻ പറ്റും, ഞാൻ അതിന് ട്രൈ ചെയ്യാണ്, നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും നോർമലാവും. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ അറിയുന്നെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങളുടെ മൈൻഡിലെ ഫിയർ മാറണം എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് മെഡിസിൻ കുറച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾക്കാണ് അത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്നാ പറയാം. പാനിക് അറ്റാക്ക് കാരണം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പുറത്തോട്ട് വരിക. നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഡോക്ടർക്ക് പുഷ് ചെയ്യാനേ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വെക്കണം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിനും ഡോക്ടർക്ക് പുഷ് ചെയ്യാം. പക്ഷേ കാലെടുത്ത് പൊക്കുന്നത് നിങ്ങൾ വേണം. തള്ളിയാലും നമ്മൾ കാലൊന്ന് ഇളക്കണമല്ലോ, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം ഒരു ഡോക്ടർക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറയാം. അതായത് ഒന്ന് വെച്ചാൽ മോർണിംഗ് വാക്ക്, നല്ല കൈ നീട്ടി അങ്ങ് നടക്കുക. കുറേ നിങ്ങളുടെ കോർട്ടിസോൾ കെയർ ചെയ്ത് കുറയും. ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും അറിയണം, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കുക. ബ്രീത്തിങ് എക്സസൈസ് ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ശ്വാസം വലിച്ചെടുക്കുക, പിടിച്ചു വെക്കുക, വായിലൂടെ വിടുക. ഇതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്. വളരെ സ്ലോ ആയിട്ട് ബ്രീത്ത് എടുക്കുക, പിടിച്ചു വെക്കുക, വായിലൂടെ പതിയെ വിടുക. ഇത് നിങ്ങൾ ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഈ ബ്രീത്തിങ് എക്സസൈസിന് ഒരു മരുന്നിൻ്റെ ഫലമുണ്ട്. ഇത് നിങ്ങളുടെ കോർട്ടിസോൾ ഉണ്ടല്ലോ, അതായത് കോർട്ടിസോൾ എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, കോർട്ടിസോളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനുണ്ടാവും. എന്നാലും ആദ്യമായിട്ട് പാനിക് അറ്റാക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോർട്ടിസോൾ വെച്ചാൽ നമ്മുടെ ടെൻഷൻ്റെ ഹോർമോണാണ്. നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഉറക്കലാകെ ഭയങ്കര ആൻസൈറ്റി ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ റേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഹോർമോൺ റേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമുക്കൊരു കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മറ്റുള്ളവരോട് ഒരാവശ്യമില്ലാണ്ട് ചൂടാവും, മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ എന്ത് ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. കാരണം പാനിക് അറ്റാക്ക് ഉള്ള ഒരാൾക്ക് ഒരേ കാര്യം തന്നെ പറയാനുണ്ടാവുള്ളൂ. എൻ്റെ ഹൃദയം അടിക്കുന്നു, അങ്ങനെ ഞാനിപ്പം മരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒന്ന് പോയേ ഒക്കെ നിന്റെ തോന്നലാണ്, കാണിച്ചു കൂട്ടലാണെന്ന് പറയും. ഇത് നിങ്ങൾ ഒന്നും കൂടി ഹേർട്ട് ചെയ്യും. അതിന് പകരം നിങ്ങളൊരു ഡയറി മേടിക്കാം. എന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളൊന്നുണ്ടായി അത് എഴുതാം. എന്നിട്ട് ആ ഡയറിയിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി നിങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടാക്കാം. എന്നിട്ട് എഴുതാം. അതായത് നിങ്ങൾക്ക് ടൗണിൽ പോകാൻ പേടിയാണ്, ഞാൻ ടൗണിൽ പോയാൽ വീഴും. അപ്പോൾ അതിന് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ ആ പേഷ്യൻറ്റിനോട് എന്താ പറയുക, നിങ്ങൾ ഇതുവരെ ടൗണിൽ പോയിട്ട് വീണിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇതുവരെ തല കറങ്ങി വീണിട്ടുണ്ടോ? ഇല്ല. ടൗണിൽ പോയി വന്നിട്ട് നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല. ഇത് കാരണം നിങ്ങൾക്ക് BP കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹൃദയം ഇടിക്കുന്നുണ്ട് എന്നല്ലാണ്ട് നിങ്ങൾക്ക് BP ഒക്കെ നോർമലാണ്. നിങ്ങളെ എല്ലാ റിപ്പോർട്ട്സുകളും നോർമലാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാ റിപ്പോർട്ട്സുകളും നോർമലാണ്, BP കൂടാറില്ല, ഇതുവരെ തല കറങ്ങി വീണിട്ടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും പല പല കാര്യങ്ങളായിരിക്കും. എന്താണ് നിങ്ങൾക്ക് പേടി, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ അതിന് ഓരോരോ കാര്യങ്ങൾ ഒരു 3 പോയിന്റ് എഴുതാം. അങ്ങനെ ദിവസം അതൊരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ പിന്നെ എഴുതാം. നിങ്ങൾ മെയിനായിട്ട് എഴുതേണ്ടത് എൻ്റെ ചിന്തകളാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആൻസൈറ്റിയാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്നുള്ളൊരു ലൈനും കൂടി നിങ്ങൾ ഇതിൻ്റെ അടിയിൽ എഴുതണം. അപ്പോഴാണ്, അതായത് നിങ്ങളെ ബ്രെയിന് ഒരു ആൻസൈറ്റിയുടെ ഒരു ചിന്തകളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പം അതിനെന്തായാലും നിങ്ങളെ പേടിപ്പിക്കാനേ പറ്റുള്ളൂ. എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റിന് അവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് കുറേ നാളായി. ഭാര്യയും മക്കളും ഒക്കെ പോകും, പേഷ്യൻ്റ് പോവില്ല. കാരണം പേഷ്യൻറ്റിന് എന്തോ അവിടെ ഒരു പേടിയാണ്. ഭാര്യ മക്കളൊക്കെ പോകുന്നുണ്ട്, അവരുടെ കൂടെ പോയാൽ മതി, പോകില്ല. പേഷ്യൻ്റ് വീട്ടിലിരിക്കും. ജോലിക്ക് പോയാലും എന്ത് ചെയ്യും, തിരിച്ച് വീട്ടിൽ വന്ന് അയാൾക്ക് സമാധാനം, എങ്ങനെയെങ്കിലുമൊക്കെ ജോലി തീർത്തിട്ട് പോകും. അടുത്ത ടൗണിൽ വരെ പോകില്ല. എന്ത് ചെയ്യും, വീട്ടിലിരിക്കും. ഇയാളിത് ആദ്യം ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം അയാൾക്ക് അടുത്ത ടൗണിൽ പോലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജോലി തീർക്കാന്നുള്ള ഒരേ ഒരു ലക്ഷണമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചെയ്ത തെറ്റ് വെച്ചാൽ പോയില്ല. അതായത്
റിപ്പീറ്റഡ് ആയിട്ട് പോയില്ല. ഇപ്പം അയാൾക്ക് അയാളുടെ സ്വന്തം വീട്ടിലോട്ട് പോകാൻ പോലും ആലോചിക്കാൻ വയ്യ. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, എന്തോ ഒരു ചെറിയൊരു ഇൻസിഡന്റ് കാരണം അവിടെ വെച്ചിട്ട് എന്തോ സംഭവിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ട് പോവാണ്ടായിരുന്നു. കാരണം ഇപ്പം അയാളുടെ തലച്ചോറിൽ അത് സിഗ്നലായി. നമ്മൾ പറയില്ലേ, അവിടെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചു, അവിടെ ഒരു കല്ലുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിൽ അത് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കല്ലുണ്ട്, അതിൽ വണ്ടി തട്ടും. അതേപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോഴേക്കും എന്താണ്, അവിടെ എന്തോ ഡേഞ്ചർ ഉണ്ട്, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് ബ്രെയിന് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അടുത്ത തവണ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി ഡബിൾ ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് പോകാനേ പറ്റില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്തുണ്ടാവും, ഹൃദയം അടിക്കാൻ തുടങ്ങും, ശ്വാസം കിട്ടുണ്ടാവില്ല, തല കറങ്ങുന്നത് പോലെ. അതിന് പോകാണ്ടിരിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറയും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ പേടി എല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോഷർ ചെയ്യണം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്, ഈ രോഗം കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങൾക്ക് ഈ രോഗം മാറണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.